കേരളത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഇരുട്ടടി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിച്ചു. പാലക്കാട് ഡിവിഷന്റെ 75% വരുമാനം കുറയും. 2006-ൽ സേലം ഡിവിഷൻ രൂപീകരിച്ച് പാലക്കാട് വിഭജിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ നടപടിയാണിത്. നടപടിയിൽ വ്യാപക പ്രതിഷേധമുയർന്നു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ വൻ പ്രതിഷേധം. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം വെള്ളിയാഴ്ചയാണ് അപ്രതീക്ഷിതമായി ഇതു സംബന്ധിച്ച ഉത്തരവിറക്കിയത്. സംസ്ഥാന സർക്കാരിനെയോ ജനപ്രതിനിധികളെയോ പോലും അറിയിക്കാതെയാണ് നടപടിയെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. നടപടി തിരുത്തണമെന്ന് സംസ്ഥാന സർക്കാരും എംപിമാരും ആവശ്യപ്പെട്ടു. ഒക്ടോബർ 1 മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വരിക. പാലക്കാട് ഡിവിഷന്റെ പ്രധാന വരുമാന സ്രോതസ്സായ മംഗളൂരു ഭാഗം ദക്ഷിണ പശ്ചിമ റെയിൽവേ സോണിന്റെ ഭാഗമായ മൈസൂരുവിലേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ പാലക്കാട് ഡിവിഷനിൽ ഉൾപ്പെടുന്ന മംഗലാപുരം മുതൽ കേരള അതിർത്തിയിലെ ഉള്ളാൾ വരെയുള്ള ഭാഗം ഇനി സൗത്ത് വെസ്റ്റ് റെയിൽവേ ഡിവിഷന്റെ ഭാഗമാവും. മംഗളൂരു വഴിയുള്ള കൽക്കരി, വളം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കടത്തിലൂടെ ലഭിക്കുന്ന വൻ വരുമാനം പൂർണ്ണമായും നഷ്ടമാകും. 2006-ൽ സേലം ഡിവിഷൻ രൂപീകരിച്ച് പാലക്കാട് ഡിവിഷൻ വിഭജിച്ചിരുന്നു. മംഗലാപുരം കൂടി നഷ്ടപ്പെടുമ്പോൾ പാലക്കാട് ഡിവിഷന്റെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലായിരിക്കുകയാണ്. കർണാടകയിലെ പഴയ മൈസൂർ പോലെ വെറുമൊരു ഡിവിഷൻ മാത്രമായി പാലക്കാട് മാറുമെന്ന ആശങ്കയാണ് ഉയർന്നിരിക്കുന്നത്. ഡിവിഷനിലെ 18 കിലോമീറ്റർ മാത്രമേ നഷ്ടമാവുള്ളൂ എന്ന വാദമുയർന്നിട്ടുണ്ടെങ്കിലും പാലക്കാട് ഡിവിഷന്റെ പ്രധാന വരുമാനമായ മംഗളൂരു നഷ്ടപ്പെടുന്നത് മൂലം ഡിവിഷന് വലിയ നഷ്ടമാവും സംഭവിക്കുക. 2000 കോടിയോളം രൂപ വരുമാനമുള്ള ഡിവിഷന് ഇതിൽ പകുതിയോളം രൂപ നഷ്ടം സംഭവിക്കും. നിലവിൽ പോത്തനൂർ മുതൽ പാലക്കാട് വരെ 49 കിലോമീറ്ററാണുള്ളത്. കർണാടകയിലെ ഉള്ളാൾ വരെ 351 കിലോമീറ്ററും പാലക്കാട് പൊള്ളാച്ചി 58 കിലോമീറ്റർ, ഷൊർണൂർ നിലമ്പൂർ പാത 66 കിലോമീറ്റർ എന്നിവ ചേർത്താൽ മൊത്തം 582.7 കിലോമീറ്റർ മാത്രമായി പാലക്കാട് ഡിവിഷൻ ചുരുങ്ങും. ഈ മേഖലയിൽ ഇനി കാര്യമായ വരുമാനവും ഉണ്ടാകില്ല. മംഗളൂരു, പനമ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചരക്കു വരുമാനം ഇതോടെ പകുതിയാകും. കേരളത്തിൽ പ്രത്യേക സോണിനായി മുൻപ് ആവശ്യമുന്നയിച്ചെങ്കിലും അതും പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ഡിവിഷന്റെ വികസന പ്രവർത്തനങ്ങളുടെ കുറവ് ഇനി ബാധിക്കും. പാലക്കാട് ടൗൺ സ്റ്റേഷനിൽ പിറ്റ് സംവിധാനം നിർമ്മാണത്തിലാണെങ്കിലും ദീർഘദൂര വണ്ടികളുടെ എണ്ണത്തിന് പരിമിതികളുള്ളതിനാൽ ഇതും വൃഥാവിലാകും. വരുമാനത്തിന്റെയും പ്രകൃതി പ്രവർത്തന മികവിന്റെയും കാര്യത്തിൽ ഇന്ത്യയിൽ രണ്ടാമതാണ് പാലക്കാട് ഡിവിഷൻ. ഇതോടെ ഈ പദവിയും നഷ്ടമാകും. യാത്രാക്കൂലി ഇനത്തിലുള്ള വരുമാനത്തിലും കാര്യമായി ശോഷണം സംഭവിക്കും. ഭാവിയിൽ പുതിയ വണ്ടികൾക്കുള്ള സാധ്യതയും കുറയും. മലബാറിലെ യാത്രാ പ്രശ്നങ്ങൾ രൂക്ഷമാവും. നടപടിക്കെതിരെ കേരളത്തിൽ നിന്നുള്ള എംപിമാരും സംസ്ഥാന സർക്കാരും രംഗത്തെത്തി. നടപടി പിൻവലിക്കണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നീ എംപിമാർ ആവശ്യപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.